ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം അവൻ്റെ പാപമാണ് എങ്കിൽ എന്താണ് പാപമെന്ന് പരിശോധിക്കുമ്പോൾ കഥാനുവചനം പറയുന്നു, നിയമം ലംഘിക്കുന്നതാണ് പാപം. ദൈവം മനുഷ്യൻ നൽകിയ നിയമങ്ങൾ ലംഘിക്കുന്ന പാപമാണെങ്കിൽ ദൈവം മനുഷ്യൻ നൽകിയിരുന്ന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കൊലപാതകം ചെയ്യരുത്. കൊലപാതകം രണ്ട് തരത്തിലുണ്ട്: പ്രവൃത്തിയാലുള്ള കൊലപാതകവും മനോഭാവത്തിലുള്ള കൊലപാതകം. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നത്, എറിഞ്ഞു കൊല്ലുന്നത്, കുത്തിക്കൊല്ലുന്നത് കൊലപാതകമാണ്. അത് പ്രവൃത്തിയാലുള്ള കൊലപാതകമാണ്. ഉദരത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കൊന്നു കളയുന്നത് അതും പ്രവൃത്തിയാലുള്ള കൊലപാതകമാണ്. ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നത്, സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നത്, ആത്മഹത്യക്ക് തുല്യമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊലപാതകം തന്നെയാണ്. ഒരു മനുഷ്യൻ മദ്യപിക്കുമ്പോൾ, പുകവലിക്കുമ്പോൾ, കഞ്ചാവ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, പൊടിവലിക്കുകയും പുകവലിക്കുകയും മുറുക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ സ്വന്തം ശരീരത്തെ, ആയുസ്സിനെ നശിപ്പിക്കുന്നുവെങ്കിൽ കൊലപാതക തുല്യമായ പ്രവൃത്തിയാണ്. അത് കൊലപാതകം തന്നെയാണ്. അത് പ്രവൃത്തിയാലുള്ള കൊലപാതകമാണ്. എന്നാൽ കൊല ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ മനോഭാവത്തിലൂടെ ഒരു മനുഷ്യന് കൊലപാതകം ചെയ്യാൻ സാധിക്കും. എന്താണ് മനോഭാവത്തിലുള്ള കൊലപാതകം? ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് കൊലപാതകം ചെയ്യുന്ന തുല്യമായ പ്രവൃത്തിയാണ് വെറുപ്പ്. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഏതൊരു കൊലപാതകയിലും നിത്യജീവൻ വസിക്കുന്നില്ല. അവൻ നിത്യമരണത്തിന്, രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിക്ക് അടിമയായിത്തീരും. പ്രധാന വചനം പറയുന്നു, വെറുപ്പുള്ളവൻ അവൻ മനസ്സുകൊണ്ട് കൊലപാതകം ചെയ്യും. അപ്പോൾ പ്രവൃത്തി കൊണ്ട് കൊലപാതകമുണ്ട്, മനോഭാവത്തിൽ കൊലപാതകമുണ്ട്. മനോഭാവത്തിലുള്ള കൊലപാതകമാണ് വെറുപ്പ്. എപ്പോഴെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷമോ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ നിത്യമരണത്തിന്, നിത്യ നരകാഗ്നിക്ക് കാരണമായി തീരുകയും. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെങ്കിലും ഹൃദയത്തിൽ വെറുപ്പുണ്ടായിട്ടുണ്ടോ പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യമായ നരകാഗ്നിയിൽ വെന്തിരിയുമെന്ന് തിരിച്ചറിഞ്ഞ് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ ക്ഷമിച്ച് രമ്യതപ്പെടുക. നാം തിരിച്ചറിയണം, വെറുപ്പ് പൈശാചികമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് പിശാചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമാണ് സ്നേഹമെങ്കിൽ വെറുപ്പ് അശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ദൈവം വസിക്കുന്നു, വെറുപ്പുണ്ടെങ്കിൽ പിശാച് വസിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവമാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ അന്യോന്യം വെറുക്കുമ്പോൾ പിശാചാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിശാചിന് വസിക്കാൻ കാരണമായി തീരും. അത് കൊലപാതക തുല്യമായ പ്രവൃത്തിയാണ്. മനോഭാവത്തിലൂടെ ഞാൻ കൊലപാതകം എന്ന പാപം ചെയ്യുകയാണ്. കൊല ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. യാതൊരു കൊലപാതക നിത്യജീവനിൽ പ്രവേശിക്കുകയില്ലെന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ കൊലപാതക തുല്യമായ വെറുപ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? പിശാചിന് എൻ്റെ ഉള്ളിൽ കയറിക്കൂടാൻ ഒരു കാരണമായ വെറുപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, എനിക്കാരോടും വെറുപ്പില്ല. ഇനി എന്നോടാരെങ്കിലും വെറുപ്പുണ്ടോ അതെനിക്ക് അറിയില്ല, ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു മനുഷ്യൻ വെറുപ്പുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ 4 മേഖലയിൽ ഒരു മനുഷ്യന് വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ വെറുപ്പിൻ്റെ മേഖലയാണ് സ്വയം വെറുപ്പ്, എനിക്ക് എന്നോട് തന്നെയുള്ള വെറുപ്പ്. കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കൊലപാതക തുല്യമായ പ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ വെറുക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാച് ആധിപത്യം എടുക്കുന്നു. അതിന് തെളിവാണ്, ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാച് കടന്നു വന്നിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകാൻ കാരണം വെറുപ്പാണ്. ഒരു സ്വയം വെറുപ്പാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്.
എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, ഇനി ഞാൻ ജീവിച്ചതിൻ്റെ ഒരു കാര്യമില്ല, എങ്ങനെയും ചത്താൽ മതി, മരിച്ചാൽ മതി, ഇങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന, ആത്മഹത്യന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാചിന് ആധിപത്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയുക, അനേകം പേര് ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം സ്വയം വെറുപ്പാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്തതുകൊണ്ടാണ് എനിക്ക് സ്വയം വെറുപ്പുണ്ടാകുന്നത്. എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ, എൻ്റെ നിറത്തിൽ, എൻ്റെ ശരീരപ്രകൃതിയിൽ എനിക്ക് എന്നെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ സ്വയം വെറുപ്പുള്ള വ്യക്തിയാണ്. വീണ്ടും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ മാരകമായ രോഗം വരുമ്പോൾ രോഗത്തെ വെറുക്കുക, സാമ്പത്തികമായ കടബാധ്യത വരുമ്പോൾ കടബാധ്യത വെറുക്കുക, ജീവിതത്തിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ സ്വയം വെറുക്കുക, മറ്റുള്ളവരെ വെറുക്കുക, ചിലർ താമസിക്കുന്ന ഭവനത്തെ വെറുക്കുക, പഠിക്കുന്ന സ്കൂളിനെ വെറുക്കുക. ഇങ്ങനെ ഞാൻ ആയിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഒരു വെറുപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വയം വെറുപ്പാണ്. സ്വയം വെറുപ്പ് പിശാചിന് ആധിപത്യം ഉണ്ടാകാൻ കാരണമായി തീരും. സ്വയം വെറുപ്പാണ് ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടോ എന്ന് പരിശോധിക്കുക. വെറുപ്പുള്ളവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുകയില്ല. അവൻ നിത്യമരണത്തിൽ, നിത്യനരകാഗ്നിയിൽ വെന്തിരിയുമെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വെറുപ്പ് യേശുവിന് മുന്നിൽ ഏറ്റുപറഞ്ഞ് ഒരു സത്യകുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയാം. ഞാൻ എൻ്റെ ബലഹീനതകളെ, എൻ്റെ കുറവുകളെ, എൻ്റെ രോഗങ്ങളെ, എൻ്റെ കടബാധ്യതയെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവം വെളിപ്പെടും, ദൈവ സാന്നിധ്യം വെളിപ്പെടും. എൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ഹൃദയത്തിൽ കയ്പ്, വെറുപ്പ്, വിദ്വേഷമുണ്ടോ? ഇന്ന് പലരും നിസ്സാരമായ കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ സ്വയം വെറുപ്പാണ്. ഈ സ്വയം വെറുപ്പ് മാറ്റാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. എൻ്റെ എല്ലാ കുറവുകളും ഞാൻ അംഗീകരിക്കുക, ആ കുറവുകൾ ഞാൻ സ്നേഹിക്കുക. എൻ്റെ എല്ലാ ബലഹീനത ഞാൻ അംഗീകരിക്കുക, ആ ബലഹീനതയെ സ്നേഹിക്കുക. എൻ്റെ എത്ര വലിയ രോഗമായിക്കൊള്ളട്ടെ, ആ രോഗത്തെ ഞാൻ അംഗീകരിക്കുക, ആ രോഗത്തെ ഞാൻ സ്നേഹിക്കുക. എത്ര വലിയ കടബാധയായിക്കൊള്ളട്ടെ, ആ കടബാധ ഞാൻ അംഗീകരിക്കുക, ആ കടബാധ ഞാൻ സ്നേഹിക്കുക. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പ് വിട്ടുമാറിപ്പോകും. അതിന് മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നൊരു വ്യക്തിയായി മാറും. അതുകൊണ്ട് എനിക്ക് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വെറുപ്പുള്ളവൻ കൊലപാതകയാണ് തിരിച്ചറിഞ്ഞ്, കൊലപാതകം നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിത്യനാശത്തിന് അടിമയായി തീരാൻ കാരണമായ ഈ സ്വയം വെറുപ്പ് എന്നേക്കുമായി പിഴുതെറിയുക. രണ്ടാമത്തെ വെറുപ്പിൻ്റെ മേഖലയാണ് സഹജീവിയുള്ള വെറുപ്പ്. എൻ്റെ കൂടെ താമസിക്കുന്ന, എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ അയൽക്കാരോട്, സ്വന്തക്കാരോട്, ബന്ധക്കാരോട്, ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളോട് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ മൂല കാരണം അത് പിശാചിൻ്റെ ആധിപത്യമാണ്. വെറുപ്പ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്ന പിശാചാണ്. പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, പരസ്പരം വെറുക്കുന്നുവെങ്കിൽ അവിടെ പിശാചിൻ്റെ ആധിപത്യമുണ്ട് തിരിച്ചണം. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവമാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ, അന്യോന്യം വെറുക്കുമ്പോൾ പിശാചാണ് നമ്മുടെ മേൽ ആധിപത്യം എടുക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ, വെറുപ്പോ, വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ? വെറുപ്പുള്ളവൻ കൊലപാതകയാണെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ, ഏതെങ്കിലും സഹോദരനോട് എപ്പോഴെങ്കിലും വെറുപ്പോ, വിദ്വേഷം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, ആരോടെങ്കിലും എന്തെങ്കിലും, ഞാനുമായി ബന്ധപ്പെടുന്ന സഹജീവികളോട് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ, വെറുപ്പോ, വിദ്വേഷം ഉണ്ടെങ്കിൽ, വർഷങ്ങളായി, നാളുകളായി മിണ്ടാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ഒന്ന് മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ, പരസ്പരം അംഗീകരിക്കാൻ കഴിയാതെ, കുറ്റങ്ങളും കുറവുകളും മാത്രം ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ട്. ഒരിക്കലും സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറ്റം പറയുകയില്ല, കുറ്റമുണ്ടെങ്കിൽ പോലും പറയുകയില്ല. സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയണമെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണമെങ്കിൽ, മറ്റുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ, ഞാൻ അറിയാതെ തന്നെ ആ വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ എന്തോ വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി പറഞ്ഞ ചില വാക്കുകളായിരിക്കാം, ആ വ്യക്തിയുടെ ചില പ്രവർത്തന രീതികളായിരിക്കാം, ഒരുപക്ഷെ എന്നെക്കുറിച്ച് പറഞ്ഞ ഞാൻ അറിയാത്ത ചില കാര്യങ്ങളായിരിക്കാം, എന്നെക്കുറിച്ച് പറഞ്ഞ തെറ്റായ കാര്യങ്ങളായിരിക്കാം.
ആ വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാകാൻ കാരണമായ ചില വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ മുറിവായി കിടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുന്നത്, നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വെറുപ്പുള്ള വ്യക്തിയെ കണ്ടെത്താൻ എനിക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആരുടെ കുറ്റം പറയുന്നു, ആരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ആ വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ വേദന ഉള്ളതുകൊണ്ടാണ്, മുറിവുള്ളതുകൊണ്ടാണ്. പലപ്പോഴും മുറിവേൽപ്പിച്ച വ്യക്തികളോട് ഹൃദയത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത വേദനയും മുറിവുമായി അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ പരിഹസിക്കുക, അവരെ ചെറുതാക്കാൻ ശ്രമിക്കുക, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ ഞാൻ കൊലപാതകയാണ്, ഞാൻ നിത്യനാശത്തിന് നിത്യനരകത്തിന് അടിമയായി തീരുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും കുറ്റപ്പെടുത്തി നിന്ദിച്ച് വരിക സംസാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഞാൻ ആ വ്യക്തിയോട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തിലൊരു വെറുപ്പ് കടന്നു വന്നിട്ടുണ്ട്. ക്ഷമിക്കുക, പരസ്പരം രമ്യതപ്പെടുക. യേശു പറഞ്ഞു, അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. പരസ്പരം ക്ഷമിക്കുവാൻ നാം വില കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. മൂന്നാമത്തെ വെറുപ്പിൻ്റെ കാരണമാണ് സഹജീവനോട് വെറുപ്പ് പോലെ തന്നെ വേദനിപ്പിച്ചുള്ള വെറുപ്പ്, മുറിവേൽപ്പിച്ചുള്ള വെറുപ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച വ്യക്തികളോട് എൻ്റെ ഹൃദയത്തിൽ കയ്പും വെറുപ്പുമാണെങ്കിൽ ഞാൻ കൊലപാതകം എന്ന പാപത്തിനടിമയാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച, എൻ്റെ ജീവിതം തകർക്കുവാൻ ശ്രമിച്ച, എൻ്റെ നാശത്തിന് കാരണമായ, എന്നെ ലൈംഗികമായി ദുരുപയോഗിച്ച, എൻ്റെ ചരിത്രം നശിപ്പിച്ച ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് എന്നെ നിത്യമായ നരകത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയുക. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് കർത്താവ് വചനം പഠിപ്പിക്കുമ്പോൾ അവൻ നിത്യനരകത്തിന് അടിമയായിത്തീരും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. യേശു പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? പാപികളും ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ മുറിവേൽപ്പിച്ചവരോട്, നമ്മുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ വേദന നൽകിയ, മുറിവുകൾ നൽകിയ വ്യക്തികളെ സ്നേഹിക്കുവാൻ, അവരോട് ക്ഷമിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കും. എപ്പോഴെങ്കിലും വേദനിപ്പിച്ചവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? വെറുപ്പുള്ളവൻ കൊലപാതകയാണെങ്കിൽ, കൊലപാതക നിത്യജീവൻ വസിക്കുന്നില്ല എങ്കിൽ എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ അവരുടെ തലയിൽ തീക്കനൽ കോരിടുക. തീക്കനൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പെയ്തിറങ്ങും. അവർക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ചവരോട് നാം ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ മാനസാന്തരത്തിന് കാരണമായി തീരും. നമുക്കറിയാം, സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ സ്തേഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി, അതിന് പ്രേരണ നൽകിയവർക്ക് വേണ്ടി, തൻ്റെ മരണത്തിന് കാരണമായവർക്ക് വേണ്ടി ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഒരനുഗ്രഹമായി മാറിയെന്ന് മാത്രമല്ല, തന്നെ എറിയുവാൻ വേണ്ടി അതിന് നേതൃത്വം നൽകിയ ശൗവൽ പൗലോസായി മാനസാന്തരപ്പെട്ടു. സ്തേഫാനോസ് പ്രാർത്ഥിച്ചപ്പോൾ ശൗവലിൻ്റെ തലയിലാണ് തീക്കനൽ വന്നുകൂടിയത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമുണ്ടായത്. അവിടെ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് അത് കാരണമായി തീർന്നു. നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച വ്യക്തികൾ നമ്മൾ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങും. അവർ മാനസാന്തരപ്പെടാൻ അത് കാരണമായി തീരും. അവർ നമ്മോട് ക്ഷമ ചോദിക്കാൻ
ക്ഷമിക്കുവാൻ അത് കാരണമായി തീരും. വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാകാൻ കാരണമായ ചില മേഖലയാണ് ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന വെറുപ്പ്. അതായത് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ദൈവാനുഭവത്തിൽ വന്ന നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വെറുപ്പിൻ്റെ മേഖലയാണ് വിശുദ്ധന്മാരോട്, പരിശുദ്ധ അമ്മയോട്, സഭയോട്, പുരോഹിതന്മാരോട്, വിശുദ്ധ കുർബാനയോടുണ്ടാകുന്ന വെറുപ്പ്. ഇത് സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വെറുപ്പല്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വചനം അറിഞ്ഞ് ദൈവാത്മാവിൽ പരിശുദ്ധാത്മ നയിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മേൽ പിശാച് ഇട്ടുകൊടുക്കുന്ന വെറുപ്പാണ് ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെറുപ്പ്. സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വെറുപ്പല്ല ഇത്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിശാച് ഇട്ടുകൊടുക്കുന്ന ഒരു വെറുപ്പാണ്. കാരണം ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയെ തൊടാൻ പിശാചിന് സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ടാൽ പിശാചിന് പൊള്ളും. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയെ വീഴ്ത്തുവാൻ വേണ്ടി പിശാച് ഇട്ടുകൊടുക്കുന്ന വെറുപ്പാണ്. ഇനി എന്തിനാ നീ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാ നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്? നേരിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ലേ? പിന്നെ എന്തിനാ നീ വിശുദ്ധന്മാരെ ആശ്രയിക്കുന്നത്, പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്നത്? ഇത് ചോദിക്കുന്ന പിശാചാണ്, തിരിച്ചറിയണം. ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംശയമായി, എന്തിനാ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാമോ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാമോ? ഈ സംശയം ആ വ്യക്തിയെ വെറുപ്പിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ എത്രയോ വ്യക്തികളാണ് പരിശുദ്ധ അമ്മയോടുള്ള വെറുപ്പ്, വിശുദ്ധന്മാരുടെ വെറുപ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി, അഭിഷേകത്തിന് തടസ്സമായി, അവസാനം സഭ വിട്ടുപോകാൻ കാരണമായി തീരുന്നു. ഇന്നൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് ഇട്ടുകൊടുക്കുന്ന വെറുപ്പാണ് പരിശുദ്ധ അമ്മയോട്, പരിശുദ്ധ പിതാക്കന്മാരോട്. ഇങ്ങനെ വെറുപ്പുണ്ടാകുന്ന വ്യക്തികളാണ് അനേകം പേര് സഭ വിട്ടുപോകാൻ കാരണം. സഭ വിട്ടുപോകുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സഭ വിട്ടുപോയത്? ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇപ്പോഴാണ് സത്യം അറിഞ്ഞത്, ഇപ്പോഴാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നുണ പറയുന്നതാണ്. ഒരിക്കലും സത്യം അറിഞ്ഞതുകൊണ്ടോ രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല ഒരു മനുഷ്യ ഒരു സഭയിൽ നിന്ന് മറ്റു സഭയിലേക്ക് പോകുന്നത്, ഒരു കൂട്ടായ്മയിൽ നിന്ന് മറ്റു കൂട്ടായ്മയിലേക്ക് പോകുന്നത്. ഇന്ന് ഹൃദയത്തിൽ വെറുപ്പ് വിതയ്ക്കപ്പെടുമ്പോഴാണ്, പിശാച് ഇട്ട് കൊടുക്കുന്ന വെറുപ്പാണ് അനേകം വ്യക്തികളെ സഭയിൽ നിന്ന് വിട്ടുപോകാൻ കാരണമായി തീരുന്നത്. ഇതുപോലെ തന്നെ ചിലർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ പുരോഹിതന്മാരുടെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത്? നമ്മളും പുരോഹിതന്മാരാണ്, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് നമ്മളും പുരോഹിതന്മാരാണ്, പിന്നെ നിങ്ങൾ മറ്റു പുരോഹിതന്മാരെ ബഹുമാനിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ പുരോഹിതന്മാരുടെ ഹൃദയത്തിൽ സംശയമായി, വെറുപ്പായി. വീണ്ടും ചോദിക്കും, നിങ്ങളെന്തിനാ സഭയെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരൊറ്റ സഭയുള്ളൂ, മണവാട്ടി സഭ. പിന്നെ എന്തിനാ നിങ്ങൾ കത്തോലിക്ക സഭ, യാക്കോബായ സഭ, മർത്തോമ സഭ, ഇങ്ങനെ ഒരൊറ്റ സഭയുള്ളൂ? ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ സംശയമായി. ആ സംശയം വെറുപ്പിലേക്ക് നയിക്കപ്പെടുന്നു. ഇന്ന് അനേകം പേര് സഭ വിട്ടുപോകാൻ കാരണം ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന വെറുപ്പാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ മറ്റൊരു വെറുപ്പിൻ്റെ മേഖലയാണ് വിശുദ്ധ കുർബാനയുടെ വെറുപ്പ്. എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ചില വ്യക്തിയോട് പിശാച് ചോദിക്കും, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി ബലിയായി അർപ്പിക്കപ്പെട്ടു, ഇനിയൊരു ബലി ഇല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ബലി അർപ്പിക്കാനാണെന്നും പറഞ്ഞ്, വിശുദ്ധ കുർബാനയ്ക്കാണെന്നും പറഞ്ഞ് പള്ളിയിൽ പോകുന്നത്? ഈ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാണ്. ഇനിയൊരു മൃഗബലി ഇല്ലെന്നാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ അത് വളച്ചൊടിച്ച് ഇനിയൊരു ബലി ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ സംശയമായി, പിന്നെ എന്തിനാണ് ബലിയർപ്പിക്കാൻ പോകുന്നത് ഇനിയൊരു ബലി ഇല്ലെങ്കിൽ? ഈ സംശയം വെറുപ്പിലേക്ക് നയിക്കപ്പെടുന്നു. ഇങ്ങനെ എത്രയോ വ്യക്തികളാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ പിന്നെ പള്ളിയിൽ പോകാതെയായി, വിശുദ്ധ കുർബാന അനുഭവിക്കാതെയായി അവസാനം സഭ വിട്ടു പോകുന്നു. ഇവിടെ തിരിച്ചറിയുക, ഇതൊരു പിശാചിൻ്റെ കെണിയാണ്. ഒരു മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പിശാച് ഇട്ടുകൊടുക്കുന്ന വെറുപ്പിൻ്റെ മേഖലയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരിശുദ്ധ അമ്മയോടോ, വിശുദ്ധന്മാരോടോ, പരിശുദ്ധ സഭയോടോ, പുരോഹിതന്മാരോടോ, വിശുദ്ധ കുർബാനയോടോ എപ്പോഴെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയാൽ, ആ സംശയം വെറുപ്പിലേക്ക് നയിച്ചാൽ, ആ വെറുപ്പ് അത് പിശാചിൻ്റെ കെണിയാണ്. തിരിച്ചറിയുക, പിശാച് ഇട്ടുകൊടുക്കുന്ന ഒരു കെണിയാണ്, വെറുപ്പാണ് ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന വെറുപ്പ്. ഒരു സാധാരണ വ്യക്തിയെ ദൈവവചനം അനുസരിച്ച് ദൈവാത്മാ നയിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി പിശാച് തൊടാൻ സാധിക്കുകയില്ല. ആ വ്യക്തിയെ കീഴടക്കാൻ വേണ്ടി പിശാച് ഇട്ടുകൊടുക്കുന്നൊരു വെറുപ്പാണ്. ഈ വെറുപ്പിൻ്റെ മേഖല തിരിച്ചറിഞ്ഞ്
ആ മേഖലയിൽ വെറുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, വെറുപ്പുള്ളവൻ കൊലപാതകിയ, ആ കൊലപാതകി നിത്യജീവൻ വസിക്കുന്നില്ല, അവൻ നിത്യമരണത്തിന് കാരണമായി തീരും. അങ്ങനെയാണെങ്കിൽ കൊലപാതകം അനുഗ്രഹത്തിന് തടസ്സമാണെങ്കിൽ, നാം വെറുക്കുന്നത് കൊലപാതകത്തിന് തുല്യമായ പ്രവൃത്തിയാണത് അനുഗ്രഹത്തിന് തടസ്സമാണെങ്കിൽ, നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങും. ഒരു മനുഷ്യൻ ക്ഷമിക്കുമ്പോൾ ഏതെല്ലാം മേഖലയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നാം ചിന്തിക്കുക. ഒരു മനുഷ്യൻ ക്ഷമിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കർത്താവിന് വചനം പറയുന്നു, മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ കർത്താവിന് വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും. ഞാൻ മറ്റുള്ളവർ ക്ഷമിക്കുമ്പോൾ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും. വീണ്ടും കർത്താവിന് വചനം പറയുന്നു, ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. 1 യോഹന്നാൻ 4:12 നാം കേട്ടു, നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവമാണ് നമ്മിൽ വസിക്കുന്നത്. അപ്പോൾ പരസ്പരം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. വീണ്ടും വചനം പറയുന്നു, നാം ക്ഷമിച്ചാൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14, 44, 45 വാക്യങ്ങൾ പറയുന്നു, നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, നാം ക്ഷമിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും, അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപമോചനമാണ്. പാപമോചനം പ്രാപിക്കണമെങ്കിൽ നാം ക്ഷമിക്കണം. പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, നാളെ യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വിട്ടുമാറാൻ നമ്മുടെ ഹൃദയത്തിൽ നാം ക്ഷമിക്കണം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, ക്ഷമിക്കുമ്പോൾ നാം സ്വയമായി അനുഗ്രഹിക്കപ്പെടും. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 16-ാം അധ്യായം 10-12 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, തന്നെ ആക്രമിക്കാൻ വരുന്ന വ്യക്തിയെ ദാവീദ് ക്ഷമിക്കുമ്പോൾ ദാവീദ് ഒരു അനുഗ്രഹമായി മാറുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാം നമുക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. നാം ക്ഷമിക്കുമ്പോൾ കുടുംബമായി അനുഗ്രഹം പ്രാപിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ജോസഫ്, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫ് തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാർ ക്ഷമിച്ചു. അവസാനം തന്നെ അടിമക്കച്ചവടക്കാർക്ക് വിറ്റ ഈ സഹോദരന്മാർ അടിമകളായി തൻ്റെ മുന്നിൽ കടന്നു വന്നപ്പോൾ അവരോട് ക്ഷമിച്ച, അവരെ സ്നേഹിച്ച ജോസഫ് ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച നാം ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. വീണ്ടും അതിനെ പരിശോധിക്കുമ്പോൾ നാം ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 58-59 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, സ്തേഫാനോസ് തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അവർ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആർക്ക് വേണ്ടിയാണോ ക്ഷമിച്ചത് അവർ മാനസാന്തരപ്പെട്ട് ദൈവപക്ഷത്തേക്ക് വരുവാൻ കാരണമായി. ആ വ്യക്തിയിൽ ഒരു വ്യക്തിയാണ് ശൗവൽ അവസാനം പൗലോസായി മാറി. നാം മറ്റുള്ളവരെ ക്ഷമിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവപക്ഷത്തേക്ക് കടന്നു വരാൻ മുഖാന്തരമായി തീരും. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, നാം ക്ഷമിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു. 1 യോഹന്നാൻ 3:11 കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരൻ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകി നിത്യജീവൻ വസിക്കുന്നില്ല. എന്നാൽ ക്ഷമിക്കുമ്പോൾ അവൻ നിത്യജീവന് അവകാശികളായി മാറും. നാം ക്ഷമിക്കുമ്പോൾ ഇത്രമാത്രം അനുഗ്രഹം പ്രാപിക്കുന്നുവെങ്കിൽ ക്ഷമിക്കാതിരുന്നാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷമെന്ന് നാം തിരിച്ചറിയണം. ക്ഷമിക്കാതിരുന്നാൽ പാപം ക്ഷമിക്കപ്പെടുകയില്ല. വചനം പറയുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദോഷം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പോൾ നാം ക്ഷമിക്കാതിരുന്നാൽ അത് പാപത്തിന് കാരണമായി തീരും. വീണ്ടും 1 യോഹന്നാൻ 4:18 പറയുന്നു, ക്ഷമിക്കാതിരുന്നാൽ അത് ഭയത്തിന് അടിമയായി തീരാൻ കാരണമായി തീരും. നമ്മുടെ ഹൃദയത്തിൽ നാം ഭയത്തിന് അടിമയായി തീരാൻ കാരണം ക്ഷമിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. വീണ്ടും ക്ഷമിക്കാതിരുന്നാൽ ഒരു മനുഷ്യനുള്ളിൽ പിശാച് കയറിക്കൂടും.
തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നതെങ്കിൽ തമ്മിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാചാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, കൊലപാതകി നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഒരു തീരുമാനമെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ ആരോടെല്ലാം എന്തെല്ലാം കയ്പ് വെറുപ്പുണ്ടോ അതെല്ലാം ക്ഷമിക്കുവാൻ കൃപ നൽകണമേ എന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, കൊലപാതകം ചെയ്യരുത് എന്നുള്ള അവിടുത്തെ കൽപ്പന ലംഘിക്കുവാൻ കാരണമായ മനോഭാവത്തിലോ കൊലപാതകമായ വെറുപ്പിൽ ഞങ്ങൾ അടിമയായ നിമിഷങ്ങൾ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സഹജീവികളോട്, ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടോ വിശുദ്ധന്മാരോടോ സഭയോടോ പുരോഹിതന്മാരോടോ വിശുദ്ധ കുർബാനയോടോ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇനിയും വെറുത്തുപേക്ഷിക്കാൻ കഴിയാത്ത ചില വെറുപ്പിൻ്റെ ബന്ധനങ്ങളെ, കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മരിച്ചാലും മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ഏതൊരു വ്യക്തിയോട് അവരോടെല്ലാം ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹത്താൽ നിറയ്ക്കണമേ. പരസ്പരം ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, രമ്യതപ്പെടുവാനുള്ള കൃപ അഭിഷേകമായി നൽകണമേ. വേദനിപ്പിച്ച മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവ് മുഖാന്തരം ക്ഷമിക്കുന്ന സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ എല്ലാത്തിനുമുടെ അരൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളൊന്ന് ബഹിഷ്കരിക്കണമേ. വിടു നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. But